ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, മുരിങ്ങയില പരിപ്പ് എരിശ്ശേരി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിച്ച് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരും ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതാണ്ട് ഒരു 2 പിടിയോളം വരും. അതേസമയം ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചു. ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കണില്ല, എല്ലാവരും വേവിക്കണത് തന്നെയാണല്ലോ. ഈ സമയം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു നാളികേരം ഫുള്ള് ചെരുകി എടുത്തു, അതിൻ്റെ ക്വാർട്ടർ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ നാളികേരത്തിൽ ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം അതിട്ടു. ഒരു അല്ലി വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി വേണ്ടവർക്ക് എടുക്കാം. ഒന്ന് നമുക്ക് അരച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയിൽ അരയ്ക്കണം. നമുക്ക് പരിപ്പ് വെന്ത വെള്ളം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അധികം വെള്ളം വെച്ച് മാറ്റി വെച്ചത് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു സ്റ്റവ് കത്തിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം മുളകും മഞ്ഞളിടുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ളത് കഴുകിയെടുത്തിട്ട് മുരിങ്ങയുടെ ഇല കഴുകിയിട്ട് നമ്മളുടെ വെട്ടി തിളച്ച വെള്ളത്തിലേക്ക്, മുളക് വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് നേരം തിളപ്പിക്കുക. കുറച്ച് നേരം തിളപ്പിച്ചുമ്പോൾ ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് അതിൽ നന്നായിട്ട് ചേർക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മളുടെ അരപ്പ് അരിക്ക് ഒഴിക്കുക. ഈ സമയം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യേണ്ടതാണ്. സ്റ്റവ് പിന്നെ കത്തിക്കുകയേ വേണ്ട. ആ ചൂട് തന്നെ ഉണ്ടാവും, നല്ല ചൂട്. ആ ചൂടിൽ നമ്മുടെ മുരിങ്ങയിലയും ഈ അരച്ച സാധനങ്ങളും കൂടി നന്നായി, അരപ്പും കൂടി നന്നായി ചേർക്കുക. കുറച്ച് നല്ലോണം നേരം ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായി ഇളക്കി ചേർക്കണം, ആ കഷ്ണത്തെ മുരിങ്ങയുടെ ഇലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. വേറെ അത് കഴിഞ്ഞു. ഇനി ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വറവിടാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ആദ്യം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി വറക്കുക. ബ്രൗൺ കളർ ആവണ വരെ വറക്കണം, കരിയാൻ പാടില്ല. ശ്രദ്ധിക്കണം, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അതാണ് അതിൻ്റെ ടേസ്റ്റും. അത് കഴിഞ്ഞ് നമ്മളുടെ കറിയിലേക്ക് അത് നാളികേരം ചേർത്ത് കൊടുക്കുക, ചൂടോടെ. അപ്പോൾ നമ്മളുടെ മുരിങ്ങയില പരിപ്പ് കറി സൂപ്പറായി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ.